ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 83 റിവ്യൂ. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തൂക്കിയ നൂറ. ചീപ്പ് ഗെയിം കളിക്കുന്ന ആദില, നൂറ, അനുമോൾ കോമ്പിനേഷൻ. അവർ എല്ലാ കള്ളത്തരങ്ങളും കാണിക്കും, പാല് കട്ടുകുടിക്കും, പല സാധനങ്ങളും ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് മറ്റുള്ളവർ അത് ചെയ്താൽ വലിയ പ്രശ്നമാക്കും. അത് ചോദിക്കാൻ ചെന്നാൽ വുമൻ കാർഡ് എടുക്കും. ഒരു നിലപാടുമില്ലാത്ത മൂന്നെണ്ണം. അവരുടെ ആവശ്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറിയും തിരിഞ്ഞും കറങ്ങിയൊക്കെ വരും. ഭക്ഷണം നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് 4 ദിവസത്തോളം പണിയെടുക്കാത്ത നൂറ. വെസറ്റ് പാത്രങ്ങൾ കഴുകാത്ത അനുമോൾ. എന്നിട്ട് പോയി കഞ്ഞി വെക്കും. ഓൾറെഡി കിച്ചണിലുള്ള 3 ക്യാപ്റ്റന്മാർ പണിയെടുക്കുന്നുണ്ട്. അവരെ എങ്ങനെ തകർക്കാമെന്നാണ് അവരുടെ ചിന്ത. അതിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു. രാവിലെ സമയത്തിനു മുമ്പ് തന്നെ ചായ ആയില്ലേ, ഉച്ചയ്ക്ക് ഊണിന്റെ സമയത്തിനു മുമ്പ് തന്നെ ഊണായില്ലേ എന്നൊക്കെ ചോദിച്ച് പുറകെ നടക്കുന്നു. എന്നിട്ട് അവർ പോയി കഞ്ഞിയൊക്കെ വെക്കുന്നു. വെസലിലും ഫ്ലോറിലും ബാത്റൂമിലൊന്നും അവർ പണിയെടുക്കുന്നില്ല. ഇതിനുമുമ്പുള്ള ആഴ്ചകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 11-12 മണി ആയാലും കുഴപ്പമില്ല. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ ഒരു 3-4 മണി ആയാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ അവർ വെറുക്കുന്നവരാണല്ലോ ക്യാപ്റ്റന്മാരായത്. എങ്ങനെയെങ്കിലും അവരുടെ ക്യാപ്റ്റൻസി തകർക്കണം. രാവിലെ തന്നെ യോഗർട്ട് ആരെടുത്ത് കഴിച്ചെന്ന് ചോദിക്കുന്ന സാബുമാൻ. അങ്ങോട്ട് വന്ന നൂറ ഇത് കണ്ട് ആരാണ് ഇതെടുത്തതെന്ന് ചോദിക്കുന്നു. ഞങ്ങളല്ലെന്ന് ആര്യനും അക്ബറും. നൂറ അനുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അനു അവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി പറയുന്നു. ആര്യനും അക്ബറും ഇന്നലെ രാത്രിയിൽ കിച്ചണിൽ കറങ്ങി നടക്കുന്നു കണ്ടുവെന്ന് അനുമോൾ. ഇത് പോയി ചോദിച്ച നൂറ. അപ്പോൾ കുളി കഴിഞ്ഞെത്തിയ നെവിൻ പറയുന്നു താനാണ് അതെടുത്ത് കഴിച്ചതെന്ന്. നൂറ പ്രശ്നമുണ്ടാക്കുകയാണ്. താൻ പകുതിയൊന്നും കഴിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് നെവിൻ. അതും എന്റെ വീതം മാത്രം. പിന്നെ നൂറയുടെ ഒരു ഷോ കളിയായിരുന്നു. അക്ബർ ആര്യനും ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടും നൂറ പോയി ഫ്രിഡ്ജ് തുറന്ന് യോഗർട്ട് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. ആരും പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. എന്റെ കൈ വിടാനെന്നൊക്കെ പറഞ്ഞിട്ട് വുമൻ കാർഡ് എടുക്കുന്നു നൂറ. ഇതിൽ താൻ ഇടപെട്ടില്ലെങ്കിൽ തന്റെ ഹീറോയിസത്തിന് പ്രശ്നമാകുമെന്ന് കരുതി ഓടിയെത്തുന്ന അനുമോൾ. എന്റെ ദേഹത്ത് തൊട്ടു പോകരുതെന്ന് ആര്യനോട് പറയുന്ന അനുമോളുടെയും വുമൻ കാർഡ് ബീൻ ബാഗിലിരുന്ന് വീക്ഷിക്കുന്ന യോഗർട്ട് എടുത്തുകൊണ്ട് പോകുന്ന നൂറയും അനുമോളും. അവരുടെ കബോർഡിൽ തുണിക്കകത്ത് ഒളിപ്പിച്ചു വയ്ക്കുന്നു അവർ. അവിടെ കുറെ സാധനങ്ങൾ കട്ടെടുത്ത് അവിടെ ഇരിപ്പുണ്ട്. അവർ തന്നെ ഒരുപാട് കളങ്ങളും കള്ളത്തരങ്ങളും ഒളിപ്പിക്കലും മോഷണവും ഒക്കെ നടത്തുന്നുണ്ട്. എന്നിട്ടാണ് അവർ വലിയ ഓവർ സ്മാർട്ട് കാണിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. അവരുടെ വയറ്റിൽ നിന്ന് വരുന്ന വാക്കുകളോ. അക്ബറിനെതിരെ എന്തൊക്കെയാണ് പറയുന്നത്, നിവിനെതിരെ എന്തൊക്കെയാണ് പറയുന്നത്. നിവിൻ കുളിക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല. അക്ബറിനെ ക്ലോസറ്റ് എന്ന് പറയുന്നു. അക്ബർ കട്ട് തിന്നാണ് പൊണ്ണത്തടി ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് ആവശ്യമില്ലാത്ത പറയുന്നത് ഈ അനുമോളും നൂറയും ആദിലയൊക്കെ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് കൂടാൻ അനീഷ് വന്ന് പറയുന്നു. നിങ്ങൾ നേരത്തെയൊക്കെ നടത്തിയിരുന്ന മീറ്റിംഗ് കുളമാക്കിയില്ലേ, അപ്പോൾ ഇതും കുളമാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ അക്ബർ മീറ്റിംഗ് ഒന്നും വിളിക്കില്ല എന്ന അക്ബർ. ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകായിരുന്നാൽ എങ്ങനെയാണ്, ടീം ഷഫിൾ ചെയ്യുകയെങ്കിലും ചെയ്തുകൂടെ എന്ന അനീഷ്. അതൊരു പോയിന്റാണ്. ആ സാബുമാനെയും അനീഷിനെയും വെസലിലേക്ക് ഇട്ടിരുന്നെങ്കിൽ അവരെങ്കിലും ആ പാത്രം കഴിക്കാൻ അവിടെ കുന്നുകൂടി കിടക്കില്ലായിരുന്നു. ആര്യനൊക്കെ പിന്നെ ആദിലയുടെയും അനുമോളിലേക്ക് കാല് പിടിച്ചിട്ടാണ് അവർ പിന്നെ പാത്രമൊക്കെ കുറച്ചെങ്കിലും കഴിയത്. കാരണം അടുത്ത ദിവസം ഏതായാലും മോഹൻലാൽ വരുമെന്ന് അവർക്കറിയാം. അനീഷ് പറയുന്ന പോലെ മീറ്റിംഗ് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഈ ആദിലയും നൂറയും അനുമോളൊക്കെ അനുസരിക്കും. എല്ലാത്തിനും ഇടഞ്ഞിരിക്കുന്ന അവർ ഒരു കാരണവശാലും അനുസരിക്കാൻ പോകുന്നില്ല. ഇവർ ഏതായാലും ചോറ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പാത്രം ഒന്നും കഴുകാതെ അനുമോളൊക്കെ പോയി കഞ്ഞിയൊക്കെ വെക്കാൻ വെക്കുന്നുണ്ട്. അത് മര്യാദയാണോ? രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല. അപ്പോഴേക്കും അനുമോളുടെ പ്രകടനം. രാവിലത്തെ ഉപ്പുമാവ് കുറച്ച് മുമ്പല്ലേ കഴിച്ചതെന്ന് നെവിൻ. എന്ത് വൃത്തികെട്ട ഉപ്പമാണ് ഒട്ടിപ്പിടിക്കുന്നത്, ഞാനത് കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് വിശക്കുന്നുവെന്ന് അനുമോൾ. അതിനെന്താ കുഴപ്പമെന്ന് നെവിൻ എല്ലാവരോടും ചോദിക്കുന്നു. അനീഷ് പറയുന്നു കുഴപ്പമില്ലെന്ന്. ബാക്കി ആർക്കും കുഴപ്പമില്ല. നൂറ അനുമോളെ താങ്ങിക്കൊണ്ട് അത് ഒട്ടിപ്പിടിക്കുകയായതുകൊണ്ട് ഞാനും കഴിച്ചില്ല എന്ന് നൂറ. ഒരു കാര്യത്തിനും അവർ സമ്മതിക്കുന്നില്ല. എല്ലാത്തിനും അവർക്ക് കുറ്റമാണ്. എന്നിട്ട് അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുകയും ചെയ്യും. ബാലൻസ് ചെയ്ത് കട്ടകൾ കൊണ്ടിടുന്ന ടാസ്ക് ആയിരുന്നു അടുത്തത്. അതിൽ നല്ല പെർഫോമൻസ് ചെയ്തത് നൂറയായിരുന്നു. അതിലെയും സാബുമാനുമാണ് മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത്. സാബുമാൻ എന്താണ് ഈ കാണിക്കുന്നത്? ഒരു ബാലൻസ് പോലും ഇല്ല. സാബുമാനിൽ നിന്ന് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ടാസ്കുകളിൽ. ഹൗസിലെ ഗെയിമിലും മോശം, ടാസ്കുകളിലും മോശം. അതാണ് സാബുമാൻ. അവിടെ നിന്ന് ലൈവ് കാണുന്നു. അതാണ് സാബുമാൻ. ആര്യൻ ചില കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ആര്യനോട് വീണ്ടും ചെയ്യാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടുകൊണ്ട് ആര്യൻ കുറച്ച് സമയമെടുത്തു. തന്മൂലം നൂറയും ആര്യനും തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപാട് കുറഞ്ഞു. ഫസ്റ്റ് പൊസിഷനിൽ ഉള്ള നൂറ 49, സെക്കൻഡ് പൊസിഷനിലുള്ള ആര്യൻ 43 ഫിനാലെ ടാസ്ക് ഒരെണ്ണം മാത്രമേ ഇനി അവശേഷിച്ചിട്ടുള്ളൂ. അതിൽ ആര്യൻ 8 പോയിന്റ് നേടിയാലും നൂറയ്ക്ക് വെറും 3 പോയിന്റ് മാത്രം മതി ഒന്നാം സ്ഥാനത്തെത്താൻ. ഈ ടാസ്കിൽ നെവനും അനീഷും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അക്ബറിനെ കുറ്റം പറയുന്ന ആദിലയും നൂറയും. നൂറ ജയിച്ചപ്പോൾ എല്ലാവരുടെയും മുഖം മാടിയെന്നും അക്ബറിന്റെ പ്രത്യേകിച്ചും എന്ന് അവർ. ഇതിനിടയ്ക്ക് നൂറ നെവിനെതിരെ വീണ്ടും ആരോപിക്കുന്നു. നെവിൻ കാരണമാണ് ഷാനവാസ് പോയതെന്നും നെവിൻ മനഃപൂർവ്വം ചെയ്തതെന്നും. നൂറ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്തൊരു ബോറൻ ചീപ്പ് ഗെയിമാണ് നൂറ കളിക്കുന്നത്. എങ്ങനെയെങ്കിലും അതിന്റെ പേര് നെവിനെ പെടുത്തണമെന്നാണ് പാട്ടാഗേഴ്സ് ആഗ്രഹിക്കുന്നത്. ഷാനവാസിന്റെ കാര്യം പറഞ്ഞ് മുതലാക്കുകയാണ് നൂറയെന്ന അക്ബർ. ശരിക്കും അവിടെ മനുഷ്യത്വം കാണിച്ചത് അനീഷ് മാത്രമാണ്. ബാക്കി എല്ലാവരും ഡ്രാമ കളിക്കുകയാണ് ചെയ്തത്. അക്ബർക്ക് ആദ്യമേ ഡ്രാമയാണെന്ന് കരുതി എന്തെങ്കിലും പിന്നീട് അവർ സഹായിക്കാനൊക്കെ ആയിട്ടും മനസ്സുകൊണ്ടാണ് വന്നത്. പക്ഷേ പാട്ടാഗേഴ്സ് എന്നിട്ടും ഡ്രാമയാണ് കളിച്ചത്. അവർക്കൊരു ആത്മാർത്ഥതയുമില്ല, വെറും ഗെയിം മാത്രം. അതേതായാലും പ്രേക്ഷകർ തിരിച്ചടിക്കും, പിന്നാലെ ജയിച്ചാലും ഇല്ലേലും. അടുത്തത് ഉല്ലാസയാത്ര ടാസ്ക്കാണ്. ഒരു കാറിനകത്ത് എല്ലാവരും ഒന്നിച്ചിരിക്കുക. പുറത്തേക്ക് ആദ്യം ഇറങ്ങുന്നയാൾ ഔട്ടാവും. കാല് പോകാനോ കൈ പോകാനോ ഒന്നും പാടില്ല.
ഡോർ തുറന്നിടാൻ പറ്റില്ല. ഫ്രണ്ട് സീറ്റിൽ ആദ്യം ആര്യനും പിന്നീട് നൂറയും അനീഷുമാണ് പിന്നെ ഓടിക്കയറിയത്. ബാക്കിൽ അക്ബർ, സാബുമാൻ, ആദില, അനുമോൾ, പിന്നെ നെവിനും. അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നൂറ. കൂട്ടിന് ആര്യനും പുറകിൽ നിന്ന് ആദിലയും. എന്തൊക്കെ വുമൻ ഗാർഡാണ് നൂറയും അനുമോളൊക്കെ ഇറക്കുന്നത്. അനീഷ് തള്ളുന്നു എന്ന് പറഞ്ഞ നൂറ ആര്യൻ തള്ളുന്നതൊന്നും ഒരു പ്രശ്നമല്ല. നൂറ അനീഷിന്റെ തോളത്ത് കൈയിട്ട് കുറെ നേരം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കൈ മാറ്റാനൊക്കെ അനീഷ് പറയുന്നുണ്ട്. എന്നാലും നൂറ സമ്മതിക്കുന്നില്ല. വുമൻ ഗാർഡ് എടുക്കരുതെന്ന് അനീഷ് ഇടയ്ക്ക് നൂറയോട് പറയുന്നു. നൂറ എന്ത് ചീപ്പാണെന്ന് അനീഷ് വീണ്ടും പറയുന്നു. അനീഷിനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ നൂറ ശ്രമിക്കുന്നുണ്ട്. പുറകിൽ നിന്ന് ആദിലയും വാതിൽ തുറന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു. നെവിനാണ് ആദ്യം പുറത്തായത്. നെവിൻ പുറത്തുപോയിട്ട് തന്റെ കലാപരിപാടി ആരംഭിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്. അനുമോളുടെ കബോർഡ് തുറന്ന് അനുമോൾ ടാസ്കിനിടയിൽ ഒളിപ്പിച്ചു വെച്ച് ബോളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനുമോട് പറയുന്നുണ്ട്, നീ കാണിക്കുന്നത് കളവ്, ഞാൻ കാണിക്കുന്നത് കളവ്. അനുമോളുടെ വക അക്ബറിനെതിരെ വുമൻ ഗാർഡ്. അക്ബർ അനുമോളുടെ ദേഹത്ത് തൊടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അടുത്ത പരാതി. ആദില, നൂറ, അനുമോൾ സഖ്യം കാണിക്കുന്ന എന്ത് ചീപ്പ് പരിപാടികളും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകർ അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. രണ്ടാമത് സാബുമാൻ പുറത്തായി. പിന്നെ ആദില, പിന്നെ അനുമോൾ, അനീഷ്, പിന്നെ അക്ബർ, പിന്നെ നൂറ, ലാസ്റ്റ് ആര്യൻ. ആര്യനാണ് ജയിച്ചത്. 56 പോയിന്റ് നേടി ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നേടി നൂറ. അങ്ങനെ 5ാമത്തെ പൊസിഷനിൽ നൂറ എത്തിയിരിക്കുന്നു. മികച്ച പെർഫോമൻസ് ആയിരുന്നു നൂറയുടേത്. നൂറയ്ക്ക് കൺഗ്രാറ്റ്സ്. 2ാം സ്ഥാനത്ത് ആര്യൻ, 3ാം സ്ഥാനത്ത് അക്ബർ, 4ാം സ്ഥാനത്ത് നെവിൻ, 5ാം സ്ഥാനത്ത് അനുമോൾ, 6ാം സ്ഥാനത്ത് അനീഷ്, 7ാം സ്ഥാനത്ത് സാബുമാൻ, 8ാം സ്ഥാനത്ത് ആദില, ലാസ്റ്റ് പൊസിഷനിൽ ഷാനവാസ്. ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് ആദില സാബുമാൻ സഖ്യം. ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിനു ശേഷം നൂറ ആദിലയോട് പറയുന്നു, എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ അധ്വാനിച്ച് 3 പെൺകുട്ടികളിൽ ഒരാളെങ്കിലും കയറണമെന്നുള്ള ആശ കൊണ്ടാണെന്ന്. എന്തൊരു കപടത. പ്രേക്ഷകരെന്താ വിട്ടുകളാണ്. പെട്ടിയെടുത്ത് ഓടാൻ തയ്യാറായി നിൽക്കുന്ന ആദില. അവരുടെ കളികളൊക്കെ പ്രേക്ഷകർക്കറിയാം. ഇനി അക്ബർ കപ്പ് നേടിയാലും കുഴപ്പമില്ലെന്ന് ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? അക്ബറാണ് കപ്പ് നേടാൻ പോകുന്നതെന്നാണോ? ഇവരുടെ എതിരാളി ശരിക്കും പറഞ്ഞാൽ അനുമോളാണ്. അനുമോളുടെ എതിരാളി നൂറയും. അങ്ങനെയാണ് കളിക്കേണ്ടത്. അക്ബറിനും നെവിനുമെതിരെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരേതായാലും പോകും. ഇവരുടെ ഓപ്പോസിറ്റ് ഇവർക്കെതിരെ കളിച്ചാലല്ലേ ഇവർക്ക് കപ്പ് നേടാൻ സാധിക്കൂ. ഷാനവാസ് വരുമ്പോൾ ഷാനവാസിനെതിരെയും അനീഷിനുമെതിരെയാണ് ഇനി കളിക്കേണ്ടത്. അനീഷിനെതിരെ ഓൾറെഡി അവർ കളിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യൂ.